Welcome to Beyond Tutoring, personalized learning for every student. Learn, grow, achieve. ഹായ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ചാപ്റ്റർ മാത്സിലെ ഫാർ ആൻഡ് നിയർ, ചാപ്റ്റർ 4 ഫാർ ആൻഡ് നിയർ. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് ആണ് ഐഡൻറ്റിഫൈങ് അപ്രോപ്രിയേറ്റ് യൂണിറ്റ്സ് ഫോർ മെഷറിങ്, കൺവേർട്ടിംഗ് ബിറ്റ്വീൻ യൂണിറ്റ്സ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിറ്റ്സ്, കമ്പയറിംഗ് ലെങ്ത്, ഓപ്പറേഷൻസ്, device used to measure long distance, measuring small things, estimate the length. A relationship between units and comparing units. അപ്പോൾ നമ്മൾ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഏതൊക്കെ യൂണിറ്റ്സ് ആണ് പഠിക്കുന്നത്? കിലോമീറ്റർ പഠിക്കുന്നുണ്ട്, മീറ്റേഴ്സ് പഠിക്കുന്നുണ്ട്, സെൻറ്റിമീറ്റേഴ്സ് പഠിക്കുന്നുണ്ട്, മില്ലിമീറ്റേഴ്സ് പഠിക്കുന്നുണ്ട്. ഈ യൂണിറ്റ്സിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് അറിയാവോ? എന്താ ഈ കിലോമീറ്റർ, മീറ്റർ, സെൻറ്റിമീറ്റേഴ്സ്, മില്ലിമീറ്റേഴ്സിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് അറിയാവോ? ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബിഗ് യൂണിറ്റ്സ്, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ജിറാഫിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ബിഗ്ഗറാണ് കമ്പയർഡ് ടു ദ ലെങ്ത് ഓഫ് ആൻ ആൻഡ്. നമ്മൾ ലെങ്ത് ഓഫ് ആൻഡ് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വെരി വെരി സ്മോൾ ആണ് കമ്പയർഡ് ടു ജിറാഫ്. പിന്നെ നമ്മൾ ടു കൺട്രീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുക. സോ ഇറ്റ് ഈസ് വെരി വെരി ലോങ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന എന്താണ് മെഷർ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മളുടെ യൂണിറ്റിലും ഡിഫറൻസ് വരും. നമ്മൾ വെരി ലോങ് ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ്ങർ യൂണിറ്റ്, ബിഗ്ഗർ യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ വെരി സ്മോൾ തിങ്സ് ആണ് മെഷർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആൻഡിൻ്റെ ഹൈറ്റ്, ഒരു സ്ക്രൂ, നമ്മുടെ ഹൗസസിൽ സ്ക്രൂ കാണാറുണ്ട്, സ്ക്രൂ മെഷർ ചെയ്യുന്നത്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, സ്മോൾ ലെങ്ത് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു മോസ്കിറ്റോൻ്റെ ലെങ്ത്, അതെല്ലാം കുഞ്ഞു കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മില്ലിമീറ്റേഴ്സ്. ബട്ട് ലെങ്ത് ഓഫ് എ ട്രീ, ഹൈറ്റ് ഓഫ് എ ട്രീ, പിന്നെ നമ്മൾ ഹൈറ്റ് ഓഫ് എ ഹൗസ്, ലെങ്ത് ഓഫ് എ ബസ്, അതൊക്കെ നമ്മൾ മീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് മെഷർ ചെയ്യാൻ. പിന്നെ സെൻറ്റിമീറ്റേഴ്സ് എവിടെ യൂസ് ചെയ്യുന്നത്? സെൻറ്റിമീറ്റേഴ്സ് ഇപ്പോൾ നമ്മളുടെ പെൻസിലിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെൻറ്റിമീറ്റേഴ്സ് ആണ്. അത് കുറച്ചും കൂടി മില്ലിമീറ്റർ, ആൻഡിൻ്റെ ലെങ്ത്തിനേക്കാളൊക്കെ കുറച്ചും കൂടി ബിഗ്ഗർ ലെങ്ത് ആണ് സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന ലെങ്ത്, വാട്ട് ടൈപ്പ് ഓഫ് ലെങ്ത് വി ആർ മെഷറിങ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് ദ യൂണിറ്റ്സ് വിൽ ഓൾസോ ചേഞ്ചസ്. അപ്പോൾ ഇവിടെ നോക്കി, ഈ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ഹൈറ്റിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് യൂണിറ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫസ്റ്റത്തെ നമ്മളുടെ എക്സാമ്പിൾ ഈസ് ദ കേസ് ഓഫ് ആൻ ആൻഡ്. ആൻഡിൽ നമ്മൾ ഏത് യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ് മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്നത്? Is it centimeters? It is smaller than centimeters. So what is the length we are? Millimeters. We use millimeters. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇനി ലെങ്ത് ഓഫ് എ ബസ്, അത് നമ്മൾ ഏത് യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്? ലെങ്ത് ഓഫ് എ ബസ് നമ്മൾ ഏത് മീറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇനി ലെങ്ത് ഓഫ് എ ടൂത്ത് ബ്രഷ് നമ്മൾ ഏത് യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്? സെൻറ്റിമീറ്റേഴ്സ്. ഇനി നമ്മളുടെ ഗ്രൗണ്ട്, ഇറ്റ് ഈസ് എ ബിഗ്ഗർ യൂണിറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഏത് യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്? മീറ്റേഴ്സ്. ഇനി നമ്മളുടെ മൊബൈൽസിൻ്റെ ലെങ്ത് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? മൊബൈൽ ലെങ്ത്, സെൻറ്റിമീറ്റേഴ്സ്. ഇനി ഡോഗിൻ്റെ ലെങ്ത് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഡോഗിൻ്റെ ലെങ്ത് ഏത് യൂണിറ്റാണ് മെഷർമെൻറ്റ് ചെയ്യുന്നത്? ഒരു ആമിൻ്റെ ലെങ്ത്, നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? സെൻറ്റിമീറ്റേഴ്സ്. ഇനി ഒരു കാറിൻ്റെ ലെങ്ത് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? മീറ്റേഴ്സ്.
പിന്നെ ഒരു നെയിലിന്റെ ലെങ്ത് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? മില്ലിമീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഈ ആക്ടിവിറ്റീസ് തന്നെ ചെയ്യാവോ? കൺവേർഷൻ ബിറ്റ്വീൻ യൂണിറ്റ്സ്. നമ്മൾ കൺവേർഷൻ ബിറ്റ്വീൻ യൂണിറ്റ്സ് എഴുതാൻ നേരത്ത് നമ്മൾ എപ്പോഴും യൂണിറ്റ്സിനെ ബിഗ്ഗർ യൂണിറ്റ് ടു സ്മോളർ യൂണിറ്റ് അറേഞ്ച് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബിഗ്ഗർ യൂണിറ്റ് ടു സ്മോളർ യൂണിറ്റിൽ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഡിക്രീസിങ് ഓർഡർ. സോ കിലോമീറ്റേഴ്സ്, മീറ്റേഴ്സ്, സെൻറ്റിമീറ്റേഴ്സ്, മില്ലിമീറ്റേഴ്സ്. ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. സോ കിലോമീറ്റേഴ്സ് ടു മീറ്റേഴ്സ് വരുമ്പോൾ ടൈംസ് ബൈ 1000. ബിഗ്ഗർ യൂണിറ്റ് ടു സ്മോളർ യൂണിറ്റ് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് വി ഹാവ് ടു ഓൾവേസ് ഡു മൾട്ടിപ്ലിക്കേഷൻ. സോ കിലോമീറ്റർ ടു മീറ്റേഴ്സ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇറ്റ് ഈസ് 1000. ഇനി നമ്മൾ മീറ്റേഴ്സ് ടു സെൻറ്റിമീറ്റേഴ്സ് വരുമ്പോൾ ഒരു 0 റെഡ്യൂസ് ആവും. സോ ടൈംസ് ബൈ 100. മീറ്റർ ഈസ് ബിഗ്ഗർ യൂണിറ്റ്, സെൻറ്റിമീറ്റർ ഈസ് സ്മോളർ യൂണിറ്റ്. സോ ബിഗ്ഗർ ടു സ്മോളർ ടൈംസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ പറ്റുന്നത്? 1 0 ലെസ്. ഇങ്ങനെ നോക്കിയേ, സെൻറ്റിമീറ്റർ ടു മില്ലിമീറ്റർ. സെൻറ്റിമീറ്റർ ഈസ് ബിഗ്ഗർ, മില്ലിമീറ്റർ ഈസ് സ്മോളർ. വീണ്ടും ടൈംസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ 100 ആയിരുന്നു, 100ൽ നിന്ന് ഒരു 0 റെഡ്യൂസ് ആയി. 1 0 ലെസ്. അപ്പം നമ്മൾ എന്താ, അത് ഡിക്രീസ് ആവും തോറും 1 0 റെഡ്യൂസ് ആവും. അപ്പോൾ ബിഗ്ഗർ യൂണിറ്റ് ടു സ്മോളർ യൂണിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ. ഇനി സ്മോളർ യൂണിറ്റ് ടു ബിഗ്ഗർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ നമ്മൾ എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യുക. മില്ലിമീറ്റർ എന്ന് പറയുന്ന സ്മോളർ യൂണിറ്റ് ആണ്, സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ബിഗ്ഗർ യൂണിറ്റ് ആണ്. അപ്പം നമ്മൾ എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്? ഡിവിഷൻ. സെയിം നമ്പർ. ഇവിടെ ടൈംസ് 10 ആയിരുന്നു, ഇവിടെ എന്താ? ഡിവൈഡ് ബൈ 10. അപ്പോൾ ടൈംസ് ബൈ 10 ഓപ്പോസിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മില്ലിമീറ്റർ ടു സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 10. ഇനി സെൻറ്റിമീറ്റർ ടു മീറ്റേഴ്സ്, ഇവിടെ ടൈംസ് ബൈ 100 ആയിരുന്നു. സോ ഇറ്റ്സ് ഓപ്പോസിറ്റ് ഈസ് ഡിവൈഡ് ബൈ, ഇവിടെ ടൈംസ് ബൈ 100, സോ ഡിവൈഡ് ബൈ 100. മീറ്റേഴ്സ് ടു കിലോമീറ്റർ, ഓപ്പോസിറ്റ് ഓപ്പറേഷൻ, സോ ഡിവൈഡ് ബൈ 100. ഇനി പ്രോബ്ലംസ് ചെയ്യാം. കൺവേർട്ട് ബിറ്റ്വീൻ മീറ്റേഴ്സ് ആൻഡ് സെൻറ്റിമീറ്റേഴ്സ്. സോ 2.6 മീറ്റേഴ്സ്, അത് എത്ര മീറ്റേഴ്സ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ? ടൈംസ് ബൈ 100 ചെയ്യുക. 2.6 2.6. അപ്പം മീറ്റേഴ്സ് ടു സെൻറ്റിമീറ്റേഴ്സിലാണെന്നുണ്ടെങ്കിൽ മീറ്റർ എന്ന് പറഞ്ഞാൽ ബിഗ്ഗർ യൂണിറ്റാ, സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സ്മോളർ യൂണിറ്റാ. അപ്പോൾ മീറ്റർ ടു സെൻറ്റിമീറ്റേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടൈംസ് ബൈ 100 ചെയ്യുക. സെൻറ്റിമീറ്റർ ടു മീറ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഡിവൈഡ് ബൈ 100 ചെയ്യുക. സോ ബിഗ്ഗർ ടു സ്മോളർ ആണെന്നുണ്ടെങ്കിൽ ടൈംസ് ബൈ 100. അപ്പോൾ ഇവിടെ നമ്മൾ ടൈംസ് ബൈ 100 ചെയ്യാം. ഇവിടെ ഈ നമ്പർ നോക്കിയാൽ നമ്മൾ നോർമൽ പഠിച്ചേക്കുന്ന നമ്പറിനേക്കായൊക്കെ ഡിഫറെൻ്റ് ഉണ്ട്. കാരണം എന്താ? ഇവിടെ ഒരു പോയിന്റ് ഇൻ ബിറ്റ്വീൻ 2 and 6 ഉണ്ട്. ഈ പോയിന്റിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പറാണ്. നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് വെച്ചിട്ടുള്ളതൊക്കെ നമ്മൾ കുറച്ചും ഫർദർ നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ നേരത്ത് ഇവിടെ ഒരു ഡെസിമൽ നമ്പർ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ പഠിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ടൈംസ് ബൈ 100 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് 2 zeros ആഡ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉള്ള കാരണം നമ്മളുടെ ആൻസറിൽ വേരി ചെയ്യും. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഈ സീറോസ് ഈ നമ്പറിലേക്ക് ആഡ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്താ? നമ്മൾ 2 zeros ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്.
2 zeros. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഡെസിമൽ പോയിന്റിനെ 2 places to the left ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്. ഈ ഡെസിമൽ പോയിന്റിനെ 2 places to the left. അപ്പോൾ ഈ ഡെസിമൽ പോയിന്റിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 places to the left ഷിഫ്റ്റ് ചെയ്യുക. ഈ ഡെസിമൽ പോയിന്റിന് എന്തുകൊണ്ട് 2 places? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന 100 ആണ്. 100ൽ 2 zeros ഉണ്ട്. 100 has 2 zeros. That is why we are moving decimal places, decimal point. അതിനെ നമ്മൾ ഡെസിമൽ പോയിന്റ് എന്ന് പറയണേ. ആ ഡെസിമൽ പോയിന്റിന് 100ൽ 2 zeros ഉള്ള കാരണം നമ്മൾ ഈ ഡെസിമൽ പോയിന്റിനെ 2 places to the right ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഡെസിമൽ പോയിന്റ് ഇവിടെ വന്നു. അപ്പോൾ നമ്മളുടെ ആൻസർ എന്താ? 260.0. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് വി ഹാവ് ടു മൂവ് ദ ഡെസിമൽ പോയിന്റ് ടു ദ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് വി ഹാവ് ടു മൂവ് ഡെസിമൽ പോയിന്റ് ടു ദ റൈറ്റ്. Is that clear? So നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ ഡെസിമൽ പോയിന്റ് റൈറ്റിലേട്ടാണ് മൂവ് ചെയ്യേണ്ടത്. റൈറ്റിലേട്ട്, നമ്മളുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം ഡെസിമൽ പോയിന്റ്. അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തേ. 1.34. അപ്പോൾ നമ്മൾ ഇതിനെ മീറ്റേഴ്സ് ആണ് സെൻറ്റിമീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ടൈംസ് ബൈ 100 ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടൈംസ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ സീറോസ് ആഡ് ചെയ്യാം. 1.3400. അത് കഴിഞ്ഞിട്ട് സെക്കൻഡത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ, ഈ ഡെസിമൽ പോയിന്റ്, ഇവിടെയുള്ള ഡെസിമൽ പോയിന്റ്, ഇവിടെ 100ൽ 2 zeros ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെസിമൽ പോയിന്റ് എങ്ങോട്ടേക്കാ? 2 places to the left, 2 places to the right അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. സോ നമ്മളുടെ ആൻസർ വിൽ ബി 134.00 സെൻറ്റിമീറ്റേഴ്സ്. 134.00 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഹാവ് ടു ഷിഫ്റ്റ് ടു ദ റൈറ്റ്. ഇനി നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം നോക്കിയേ. ഡാഷ് മീറ്റേഴ്സ് ഈക്വൽസ് 960 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ നമ്മളിവിടെ നോക്കി, സ്മോളർ യൂണിറ്റ് ആണ് തന്നേക്കുന്നത്, ബിഗർ യൂണിറ്റ് അൺനോൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്? സ്മോളർ ടു ബിഗർ ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ബൈ 100 ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 100ൽ 2 zeros ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റ് ടു റൈറ്റ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡെസിമൽ പോയിന്റ് ഈസ് ഓൺ ദ, എപ്പോഴും ഡെസിമൽ പോയിന്റ് ഒരു നമ്പറിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആണുള്ളത്. അപ്പോൾ ആ ഡെസിമൽ പോയിന്റ് 2 places, because 100 has 2 zeros, so it will shift to 2 places to the left. ലെഫ്റ്റിലേട്ടാണ് ഷിഫ്റ്റ് ആവുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവും. സോ 9.60 മീറ്റേഴ്സ്. അപ്പോൾ ആൻസർ എന്താ? 9.60. അതുപോലെ തന്നെയാണ് ഇവിടെ ഡിവൈഡ് ബൈ 100 ചെയ്യുക. അപ്പോൾ ഡെസിമൽ പോയിന്റ് 2 places to the ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവും. സോ 6.39. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ചെയ്യുന്നതിൽ ഹൗ മെനി സീറോസ് ഉണ്ടെന്ന് നോക്കാം. അതനുസരിച്ച് നമുക്ക് എന്താ, ആ ഡെസിമൽ പോയിന്റിനെ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക് ദാറ്റ് മെനി പ്ലേസസ് ഷിഫ്റ്റ് ആവുക. സോ ഇവിടെ ഡിവൈഡ് ബൈ 100. സോ ഡെസിമൽ പോയിന്റ് 2 zeros ഉണ്ട്. സോ ഷിഫ്റ്റ് ടു 2 places to the left. So 1.57 meters.
Okay, so next convert between meters and kilometers. അപ്പോൾ നമ്മൾ ഫസ്റ്റ് kilometers to meters. Kilometers bigger unit, meters smaller unit. അപ്പോൾ times by 1000. ഇനി തിരിച്ചാണെന്നുണ്ടെങ്കിലോ meters to kilometer. Meter is smaller unit, kilometer is bigger unit. So divide by 1000. അപ്പോൾ 5 kilometer is how many meters? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? Times 5 times 1000. So 1000ൽ 3 zeros ഉണ്ട്. So we put 3 zeros. So 5000. അതുപോലെ തന്നെ ഇവിടെ മീറ്റേഴ്സ് ആണ് തന്നേക്കുന്നത്, കിലോമീറ്റേഴ്സ് ഈസ് അൺനോൺ. സോ മീറ്റേഴ്സ് ടു കിലോമീറ്റർ ഡിവൈഡ് ചെയ്യുക. സോ 4000 ഡിവൈഡ് ബൈ 1000. നമുക്ക് കോമൺ സീറോസ് ക്യാൻസൽ ചെയ്യാം. 1 1 1 1 1 1. അപ്പോൾ കോമൺ സീറോസ് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 കിലോമീറ്റേഴ്സ്. അപ്പോൾ നമ്മളുടെ ആൻസർ ഈസ് 4 kilometers. ഇനി 7 kilometers to meters എന്ന് പറയുമ്പോൾ 7 times 1000. Kilometers to meters times by 1000. So 7000 meters. അപ്പോൾ ആൻസർ ഈസ് 7000. ഇനി ഇവിടെ എന്താ? കിലോമീറ്റേഴ്സ് മീറ്റേഴ്സ് ടു കിലോമീറ്റേഴ്സാ. സോ വി ഡിവൈഡ് ബൈ 1000. ഡിവൈഡ് ചെയ്യുമ്പോൾ വി ക്യാൻസൽ ഔട്ട് കോമൺ സീറോസ്. So the answer is 13 kilometers. നമ്മളുടെ ആൻസർ ഈസ് 13 kilometers. ഡിവൈഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ കോമൺ സീറോസ് ക്യാൻസൽ ഔട്ട് ചെയ്യാം. കോമൺ സീറോസ് ക്യാൻസൽ ഔട്ട്. മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് എത്ര സീറോസ് ഉണ്ട് അത്രയും സീറോസ് ആഡ് ചെയ്യാം. Convert between millimeters and centimeters. Centimeter is bigger unit, millimeter is smaller unit. Centimeter to millimeter the conversion എങ്ങനെയാ? Times by 10. Millimeters to centimeters, millimeter is smaller, centimeter is bigger, so divide by 10. So 1 centimeter is 10 millimeter. അപ്പോൾ 3 centimeter ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? Centimeter bigger, millimeter smaller, times by 10. So 30. 4 centimeter millimeter. അപ്പോൾ bigger unit ആണ്. So 4 times 10, 40. 2 centimeter to millimeter, 2 times 10. So 20. So next is 3/4 centimeter in millimeter. How many 3/4 centimeter in millimeter? 204 centimeter. You have to convert into meters and centimeters. So how do you convert? So you want to divide by 100. So when you divide by 100, decimal point, you have to move the decimal point 2 units to the left. So 2.04. number decimal പോയിന്റിന്റെ ഫ്രണ്ടിലുള്ള നമ്പർ ആണ് മീറ്റർ പാർട്ട്. സോ 2 ഇതാണ് ഡെസിമൽ പോയിന്റ്. ഡെസിമൽ പോയിന്റിന്റെ ഫ്രണ്ടിലുള്ള നമ്പർ മീറ്റേഴ്സും ഡെസിമൽ പോയിന്റിന്റെ ബാക്കിലുള്ള നമ്പേഴ്സ് സെന്റിമീറ്റർ പാർട്ടാണ്. സോ 4 സെന്റിമീറ്റർ. ഇനി നോക്കേ 540 ഡിവൈഡ് ബൈ 100. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെസിമൽ പോയിന്റ് 2 zeros ഉണ്ട്, 2 places to the left. So 5.40 centimeter. അതുപോലെ തന്നെ 750 ഡിവൈഡ് ബൈ 100. അപ്പോൾ നമ്മൾ
2 zeros 2 units to the left shift ചെയ്യുക. 7.50 ഡെസിമൽ പോയിന്റിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പർ. ഇതാണ് ഡെസിമൽ പോയിന്റിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പർ. ആ നമ്പർ മീറ്റർ പാർട്ടാണ്. ബാക്കിലുള്ള നമ്പറാണ് സെൻറ്റിമീറ്റർ പാർട്ട്. അപ്പോൾ ഫ്രണ്ടിലുള്ള നമ്പർ മീറ്റർ പാർട്ട്, ബാക്കിലുള്ള നമ്പർ സെൻറ്റിമീറ്റർ പാർട്ട് ആണ്. 7 meters 50 centimeters. So 4 and 5 you can do by your own. നെക്സ്റ്റ് നോക്കി 4 സെൻറ്റിമീറ്റർ 5 millimeter നമുക്ക് മില്ലിമീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാത്തിനെയും മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്താ 4 സെൻറ്റിമീറ്റേഴ്സിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ സെൻറ്റിമീറ്റർ ടു മില്ലിമീറ്ററിൻ്റെ കൺവേർഷൻ ചെയ്യാൻ നേരത്തെ എന്താ ചെയ്യേണ്ടത്? ടൈംസ് ബൈ 10. ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 10 ബിക്കോസ് സെൻറ്റിമീറ്റർ ഈസ് സ്മോൾ, മില്ലിമീറ്റർ ഈസ് ബിഗ്ഗർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ 4 ടൈംസ് 10. അപ്പോൾ 40 വന്നു. 40 millimeter ഉണ്ട്. അതിൻ്റെ ഒപ്പം ഒരു 5 millimeters കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ 5 millimeter കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 45 millimeter ആയി. ഇനി 89 millimeterനെ സെൻറ്റിമീറ്റർ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നോക്കി മില്ലിമീറ്റർ സ്മോളർ യൂണിറ്റ് ടു ബിഗ്ഗർ യൂണിറ്റ്. സോ ഡിവൈഡ് ബൈ 10. അപ്പോൾ ഇവിടെ 1 0 ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെസിമൽ പോയിന്റ് 1 units to the left. So 8.9. അപ്പോൾ ഡെസിമൽ പോയിന്റിൻ്റെ ഫ്രണ്ടിലുള്ള പാർട്ടാണ് എപ്പോഴും ബിഗ്ഗർ യൂണിറ്റ് വരുന്നത്, ബാക്കിലുള്ള പാർട്ട് സ്മോളർ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ 8 centimeters and 9 millimeter. 234 centimeter 2 millimeterലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? സെൻറ്റിമീറ്റർ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ടൈംസ് ബൈ 10 ചെയ്യുക. സോ 2340 millimeter ആണ്. അതുപോലെ 4th ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാവോ? നെക്സ്റ്റ് പ്രോബ്ലം 6 meters to centimeters. നേരത്തെ ചെയ്ത പോലെ തന്നെ മീറ്റേഴ്സ് ടു സെൻറ്റിമീറ്റേഴ്സ് ടൈംസ് ബൈ 100. ഓപ്പോസിറ്റ് സെൻറ്റിമീറ്റർ ടു മീറ്റേഴ്സ് ഡിവൈഡ് ബൈ 100. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സെൻറ്റിമീറ്ററിനെ മീറ്റേഴ്സിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ ടൈംസ് ബൈ 100. 600 കിട്ടി. ഓൾറെഡി ഇവിടെ 34 ഉണ്ട്. അപ്പോൾ 34നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യുക. 600 ആഡ് ചെയ്യുക. 34 centimeter ഓൾറെഡി ഉണ്ട്. 600 centimeter plus 34 centimeter is 634 centimeter. ഇവിടെ 20 meters to 12 centimeters ആ. അപ്പോൾ നമ്മൾ 20 times 100. അപ്പോൾ നമുക്ക് 20,000 plus 12 ചെയ്യാം. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? 20,012. ഓക്കെ, അപ്പോൾ റിമൈനിങ് പ്രോബ്ലംസ് തന്നെ ചെയ്യാൻ നോക്കാം. സെൻറ്റിമീറ്റേഴ്സ് ടു മീറ്റേഴ്സ്, കിലോമീറ്റേഴ്സ് ടു മീറ്റേഴ്സ് എല്ലാം തന്നെ ചെയ്യാൻ നോക്കാം. ഹൗ മെനി സെൻറ്റിമീറ്റേഴ്സ് ആർ ഇൻ എ മീറ്റർ? ഒരു മീറ്ററിൽ എത്ര സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്? അപ്പോൾ എത്ര സെൻറ്റിമീറ്റേഴ്സാണ്? ഹൗ മെനി സെൻറ്റിമീറ്റേഴ്സ്? 1 മീറ്ററിൽ എത്ര സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്? 100 centimeter. How much smaller is a centimeter than meter? How much smaller? 100 times smaller. കണ്ടോ, ഇവിടുത്തെ ഫാക്ടർ 100 ആണ്. സോ ഇറ്റ് ഈസ് 100 times smaller. How many centimeters are there in 5 meters? 5 metersൽ എത്ര സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്?
5 times 100. So 500 centimeters. ഓക്കെ, ഇത് വേർഡ് പ്രോബ്ലം ആണ്. റിബൺ 2.5 മീറ്റർ, അതിന് സെൻറ്റിമീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2.5 ടൈംസ് 100 ചെയ്യാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഡെസിമൽ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റ് ടു 2 പ്ലേസസ്. 100ൽ ടു സീറോസ് ഉണ്ട്. അപ്പോൾ ഡെസിമൽ പോയിന്റ് യു ഹാവ് ടു ഷിഫ്റ്റ് ദ ഡെസിമൽ പോയിന്റ് 2 പ്ലേസസ്. അപ്പോൾ 250 വരും. We have to shift the decimal point 2 places to the right. അപ്പോൾ 250 സെൻറ്റിമീറ്റേഴ്സ് വരും. ഇനി 1.2 മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000. ഇപ്പോൾ സീറോസ് ഫസ്റ്റ് സീറോ ആഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 സീറോസ് ഉള്ള കാരണം we have to shift to 3 places. അപ്പോൾ നമുക്ക് 1200 മീറ്റേഴ്സ് കിട്ടും.